ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡിഷ് ഒരു ബീഫ് ഐറ്റമാണ്. ബീഫ് ഡീപ്പ് ഫ്രൈ ആണ്. നമ്മൾ പറഞ്ഞതുപോലെ എങ്ങനെയാണ് ബീഫ് ഡീപ്പ് ഫ്രൈ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന്. ഇത് 1.5 കിലോ പോത്തിറച്ചിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് ഫ്രഷ് അല്ല, ഞാൻ ഫ്രോസൺ പാക്കറ്റാണ്, അത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതൊരു 1.5 കിലോ ഉണ്ട്. അതിനാവശ്യമായ ബാക്കി സാധനങ്ങൾ നോക്കാം. കരിവേപ്പില, കുരുമുളക് പൊടി, ഇത് ഒരു 2 സവോള ചെറുതായിട്ട് അരിഞ്ഞതാണ്, ഇത് പെരിഞ്ചീരകം, കോൺഫ്ലവർ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, സോയാ സോസ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ബീഫ് ഡീപ്പ് ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടത്. ആദ്യം നമുക്ക് ബീഫ് റെഡിയാക്കാം. ഞാനിത് അങ്ങനെ പീസായിട്ടിരിക്കുകയാണിത്. ഇത് ചെറിയ ക്യൂബ് ആക്കിയിട്ടില്ല, കാരണം നമുക്ക് വേവിച്ചതിന് ശേഷം നമുക്കിത് ചെറിയ ക്യൂബാക്കി എടുക്കാം. അപ്പോൾ ഇതിങ്ങനെ തന്നെ കുക്കറിലേക്ക് മാറ്റുകയാണ്. അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനിയും ഒരു 2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു 3 സ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തു. അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു 6 വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇത് അടച്ചു വെക്കുകയാണ്. അങ്ങനെ 6 വിസിൽ കേട്ടിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. പ്രഷറൊക്കെ പോയതിന് ശേഷം അങ്ങനെ നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മളിതൊരു പാത്രത്തിലേക്ക് മാറ്റി ഇനി നമുക്കിത് ചെറിയ ക്യൂബ്സ് ആയിട്ട് നമ്മൾ എങ്ങനെയാണോ ഫ്രൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സൈസിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്കിതുപോലെ സ്ലൈസായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് ഞാൻ ഈ ലെങ്തിലാണ് ഇപ്പോൾ ഫ്രൈ ചെയ്യാൻ എടുക്കുന്നത്. അപ്പോൾ ഈ ലെങ്ത്തിൽ ഇതുപോലെ നമുക്ക് ചെറിയ ചെറിയ പീസുകളായിട്ട് അങ്ങനെ നമ്മൾ എടുത്ത അത്രയും ബീഫ് ഇതേപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ എങ്ങനെയാണ് മസാല പുരട്ടുന്നത് നോക്കാം. അത് നമ്മൾ ഓരോ പാത്രത്തിൽ ഇട്ടുകൊണ്ട് ഓരോരോ മസാല ചേർത്ത് നമുക്കത് എങ്ങനെയാണ് പുരട്ടിയെടുക്കുന്നതെന്ന് നോക്കാം. അങ്ങനെ നമ്മൾ മസാലയാണ് ആദ്യം ഉണ്ടാക്കുന്നത്. ആ മസാലയ്ക്ക് എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് നോക്കാം. ആദ്യമേ ഞാൻ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, നമ്മൾ ആദ്യം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടാണ് ബീഫ് വേവിച്ചത്. അത് കഴിഞ്ഞ് ബാക്കി ഒരു ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതും എടുത്തു. പിന്നെ നമ്മൾ ഈ പെരിഞ്ചീരകം 1 ടേബിൾ സ്പൂണോളം എടുത്ത് വെച്ചിരിക്കുന്ന പെരിഞ്ചീരകമാണ്, അത് ഞാൻ മൊത്തമായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് മഞ്ഞൾപ്പൊടി ഒരു 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. അതേപോലെ തന്നെ ഗരം മസാല പൊടിച്ചതാണ്, എല്ലാ കൂട്ടും ചേർത്ത് പൊടിച്ചതാണിത്. ആ ഗരം മസാലയും ഞാനൊരു 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. പിന്നീട് കുരുമുളക് പൊടിയും 2 സ്പൂൺ. അതിനുശേഷം ഞാൻ മുളക് പൊടിയാണ്. മുളക് പൊടി ഒരു 3 സ്പൂണ് ഇട്ട് കൊടുത്തു. ഞാൻ മുമ്പേ മല്ലിപ്പൊടിയുടെ കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു. നമ്മൾ ഇൻഗ്രീഡിയൻസ് എടുത്ത് വെച്ചതിൻ്റെ കൂട്ടത്തിൽ മല്ലിപ്പൊടിയും ഇതിനാവശ്യമാണ്. അതുകൊണ്ട് ഞാനൊരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കുകയാണ്. മല്ലിപ്പൊടി ഞാൻ മുമ്പേ എടുത്തിട്ടില്ലായിരുന്നു, അതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. മല്ലിപ്പൊടി 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഉപ്പ് ആവശ്യമാണ്. നമ്മൾ ആദ്യമേ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ ഒരു സ്പൂൺ ഉപ്പിടാം. അതിനുശേഷം നമുക്ക് മസാല ഉണ്ടാക്കിയതിന് ശേഷം ഉപ്പുണ്ടോ എന്ന് നോക്കാം. അടുത്ത് നമുക്ക് വേണ്ടത് കോൺഫ്ലവറിൻ്റെ പൊടിയാണ്. ഇതൊരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുക്കാം.
3 സ്പൂൺ അതും ആഡ് ചെയ്തു. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പെരിഞ്ചീരകം, കുരുമുളക് പൊടി, അതേപോലെ തന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കോൺഫ്ലവറിൻ്റെ പൊടി, ഇതെല്ലാം കൂടി നമ്മൾ നന്നായിട്ട്, ഉപ്പ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അങ്ങനെ നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു തിക്ക് ഗ്രേവി ആയിട്ട് തന്നെയാണത്. അതിലേക്ക് നമ്മൾ 1 സ്പൂൺ സോയാ സോസും ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഈ ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് ഇളക്കി, നന്നായിട്ട് എല്ലാം കൂടി നല്ല തിക്കായിട്ടാണ് ഗ്രേവി ഉള്ളത്. നന്നായിട്ട് ഇളക്കി എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു 10 to 15 മിനിറ്റ്സ് നമുക്കിത് അങ്ങനെ വെക്കാം. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്ത് എടുക്കാം. അങ്ങനെ നമ്മൾ നന്നായിട്ടിത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10 to 15 മിനിറ്റ്സ് നമുക്കിത് അങ്ങനെ വെക്കാം. അങ്ങനെ നമ്മളുടെ ഒരു 10 to 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനൊരു പാനിൽ ഓയിൽ ഒഴിച്ച് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഓയിൽ ചൂടായതിനു ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നല്ല ഡീപ്പ് ഫ്രൈ ആണ്. അപ്പോൾ ഓയിൽ നന്നായിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് തിരിച്ചിട്ട് കഴിയുമ്പോഴത്തേക്ക് അതിൽ ഒത്തിരി ഓയിൽ പിടിക്കും. പല ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് അധികം നമ്മളുടെ ബീഫിൻ്റെ ഈ പീസയിൽ അധികം എണ്ണ പിടിക്കാതിരിക്കും. അതുകൊണ്ട് നമ്മളിത് എണ്ണ ചൂടായതിനു ശേഷം ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിത് ഓരോ പീസാക്കിയിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. ഓരോ പീസായിട്ടിടാം, അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഓരോ പീസായിട്ട് ഇട്ട് കൊടുത്ത് അങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്യാനിട്ടിട്ടുണ്ട്. അങ്ങനെ ഇത് ഫുള്ള് നമ്മൾ ഈ മസാല പുരട്ടി വെച്ച ബീഫ് നമുക്ക് ഇതുപോലെ മൊത്തമായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്ത് എടുക്കാം. ഏകദേശം ഇത് ഫ്രൈ ആയിട്ടുണ്ട്. കാരണം നമ്മൾ അധികമായിട്ട് ഇത് ഫ്രൈ ചെയ്ത് എടുക്കണ്ട. ഓൾറെഡി നമ്മൾ വേവിച്ച ബീഫായിരുന്നു. അതുകൊണ്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് എടുത്താൽ മതി. കൂടുതൽ സമയം നമ്മൾ ഇട്ടിരുന്നാലും അങ്ങ് ഭയങ്കര ഹാർഡായി പോകും ഈ പീസസ്. ഓൾറെഡി വെന്ത ബീഫ് ആയതുകൊണ്ട് നമ്മൾ ഓൾറെഡി ഒരു 6 ഓളം വിസില് കേൾപ്പിച്ചതാണ്. നമ്മൾ കുക്കറിലിട്ട് വേവിച്ചെടുത്ത പീസസാണ്. പിന്നെ സ്ലൈസാക്കി നമ്മളെടുത്ത് മസാല പുരട്ടിയത്. അതുകൊണ്ട് നമുക്കൊന്ന് ഫ്രൈ ആയി എടുത്താൽ മതി. കണ്ടില്ലേ, ഏകദേശം ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി വേറൊരു പാത്രത്തിലാക്കി നമുക്കിത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഫ്രൈ ചെയ്ത ആ ഓയിലിൽ തന്നെ ഞാൻ ഈ 2 സവോള കട്ടി കുറച്ച് ഇങ്ങനെ കട്ടിയിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തതാണ്. ആ സവോള ഈ ഓയിലിൽ തന്നെ ഫ്രൈ ചെയ്ത് എടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കരിവേപ്പിലയും ഇട്ട് കൊടുക്കുകയാണ്. രണ്ട് സവോളയാണിത്. ഒരു മീഡിയം സൈസ് 2 സവോളയാണ് എടുത്തിരിക്കുന്നത്. അതും കരിവേപ്പിലയും കൂടി ഈ സെയിം ഓയിലിൽ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ ബീഫിൻ്റെ കൂടെയും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പം തനിയെ അങ്ങ് എടുക്കുന്നതേ ഉള്ളൂ. ഫ്രൈ ചെയ്തെടുത്ത ഉള്ളിയും കരിവേപ്പിലയുമാണ്. ഇനി നമുക്കിത് ഒരു സർവിങ് ബൗളിലേക്ക് മാറ്റി സെർവ് ചെയ്യും. അങ്ങനെ നമ്മളുടെ ബീഫ് ഡീപ്പ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു സിമ്പിൾ റെസിപ്പിയാണ്. നമുക്കിത് പെട്ടെന്ന് ചെയ്തു എടുക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. കാരണം അധികം സ്പൈസി അല്ല, ചെറിയ ചെറിയ സ്ലൈസായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. അവർക്ക് എടുത്ത് കഴിക്കാൻ പറ്റുന്ന രീതിയിലായതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസിൻ്റെ സ്റ്റൈലിൽ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്.
അതുകൊണ്ട് അവർക്കും എല്ലാവർക്കും, കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സിമ്പിൾ ഡീപ്പ് ബീഫ് ഫ്രൈ ആണ്.